മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സൊന്നേ മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സൊന്നേ കൈ നിറയ വെണ്ണ തരേ കണ്ണാ ഇനി എന്റെ ഡാൻസ് കൂടി കാണണ്ടേ മാടും ഞാൻ മോളെ നോക്കണോ ക്യാമറയിൽ നോക്കണോ അഭിനയിക്കാമോ മാടുമേക്കും രാവിലെ 8:30 ഇവിടെ ചേർന്നാമത്തെ ക്ലാസ് ഉണ്ട്. അതൊരു 10 മണിയാകുമ്പോൾ കഴിയും. 10 മണിക്ക് ഷാർപ്പ് അവിടെ നിന്ന് വണ്ടി എടുത്താൽ 11 മണിക്ക് ഇരിഞ്ഞാലക്കൂടെ എത്തും. 11 12:30 ക്ലാസ് കഴിഞ്ഞാൽ 12:30 അവിടെ നിന്ന് വണ്ടി എടുത്താൽ 1:30 തിരിച്ച് ഇവിടെ എത്തും. 2 മണി തൊട്ട് 4 മണി വരെ ഇവിടെ ക്ലാസ്. 4 മണിക്ക് ഇവിടെ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ 5 മണിക്ക് എറണാകുളത്ത് എത്തും. 5 to 6 അവിടെ ക്ലാസ്. 6:30 അവിടെ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ 7:00 ഇവിടെ എത്തും. എനിക്ക് 8 മണിക്ക് വാങ്ങും. സുമേച്ചിയുടെ ചായ ആവാ. ചായ വെച്ചാൽ 5 പേർക്കും 5 ടേസ്റ്റ് ആണ് ചായക്ക് ഇഷ്ടം. മീൻസ് ഒരാൾക്ക് കടുപ്പം കൂടുതലായിരിക്കും, ഒരാൾക്ക് മധുരം കൂടുതലായിരിക്കും, ഒരാൾക്ക് പാലിന്റെ സ്വാദായിരിക്കും, ഒരാൾക്ക് ലൈറ്റ് ആയിരിക്കും, ഒരാൾക്ക് അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ. പക്ഷെ ഞങ്ങളുടെ സുമേച്ചി മാത്രം 5 ദിവസം വെച്ചാൽ 5 സ്വാദായിരിക്കും. ചില ദിവസം ലോട്ടറിയാണ് സൂപ്പർ ചായ ആയിരിക്കും. അല്ല അത് സുമേച്ചി ഇവർക്ക് എങ്ങനെ ചായ വെച്ചാലും ഇവർക്ക് അച്ഛനും മോനും തൃപ്തി വരില്ല. അത് ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ ചായയിലല്ല കറി പല ആൾക്കാർക്കും പലതാണെന്ന് പറഞ്ഞിട്ട്. അതായത് ചിലപ്പോ അച്ഛനും മോനും ഒരു ടേസ്റ്റ് ആയിരിക്കും, ചിലപ്പോ അമ്മ. പക്ഷെ ഈ വീട്ടിൽ അങ്ങനല്ല. ഈ വീട്ടിൽ ഞാൻ വെക്കുന്നതാണ്. ഇതൊക്കെ പറയൂട്ടോ എല്ലാ ദിവസവും ഭാഗത്തിനെ കുറ്റം. എന്നിട്ട് പുറത്തു പോയിട്ട് നമ്മളൊരു പ്രോഗ്രാമിന് മുമ്പ് അവിടെ നിന്ന് ഒരു ചായ കിട്ടും. അത് അപ്പോഴാണ് സുമേച്ചിക്ക് ചില സ്ഥലത്ത് അപ്പോഴാണ് സുമേച്ചിയെ സ്മരിക്കണേ. ഇവിടെ ചായ ഉണ്ടാക്കുന്ന ഡ്യൂട്ടി മാത്രമേ സുമേച്ചിക്കുള്ളൂ, ബാക്കിയെല്ലാം ചായ ഞാനും വെക്കില്ല ഇവിടെ വെക്കില്ല. എന്തുകൊണ്ടാന്നറിയോ? ഈ പറഞ്ഞ പരാതികൾ പേടിച്ചിട്ട് വെക്കാതെ. ഇവിടെ എല്ലാവർക്കും പോകുന്ന ഒരു കറി ഏതാ? സാമ്പാർ എപ്പോഴും. അത് നമ്മളുടെ ഫാമിലിയിൽ മാത്രമല്ല, ഇവിടെ പഠിക്കാൻ വരുന്ന എത്ര കുട്ടികളുണ്ടോ അത്രയും പേര്. സാമ്പാർ, മാങ്ങ ചമ്മന്തി ഇല്ലേ, മാങ്ങ നാളികേരം ചമ്മന്തി അരയ്ക്കുക, തൈര്, പപ്പടം. ഇതാണ് ഇവിടുത്തെ സ്ഥിരം മെനു. കൊണ്ടാട്ടമുളക് വറുത്ത് ഇവൻ അങ്ങനത്തെ നിർബന്ധം. ചോറ് എടുക്കട്ടെ, സാമ്പാറും ആ തൈരും കൂടി കുഴച്ച ഉപ്പിലിട്ട മാങ്ങയുടെ ഒരു കട്ട് ചെയ്യണം കേട്ടോ. എന്റെ മാത്രം ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ സമയത്തൊക്കെ ഡെയിലി ഡാൻസ് ക്ലാസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എല്ലാവരും കുട്ടികളൊക്കെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഹോള് ഫുള്ള് ഉണ്ടാവും. നമ്മള് എല്ലാരും കൂടെ ഒരുമിച്ച് ഇവിടെ ഇരുന്ന് ഈ സാമ്പാറും തൈരും ചമ്മന്തി വേറൊരു രീതിയിലും പറയാ, ഇവിടെ അത്രേ കിട്ടുള്ളൂ ചോറും സാമ്പാറും. അല്ല എന്നാലും എല്ലായിടത്തും ഇങ്ങനെ ഒരു കുടുംബം പോലെ ട്രീറ്റ് ചെയ്യുന്ന ഡാൻസ് സ്കൂളുകൾ വളരെ കുറവായിരിക്കും. എങ്ങനെ ഇതൊക്കെ എന്താ പറയാ, ഇപ്പൊ നേരത്തെ ഞാൻ ചോദിച്ച പോലെ ഷട്ടിൽ കളിയായിരിക്കും. രാവിലെ 8:30 ഇവിടെ ചേർന്നാമത്തെ ക്ലാസ് ഉണ്ട്. അതൊരു 10 മണിയാകുമ്പോൾ കഴിയും. 10 മണിക്ക് ഷാർപ്പ് അവിടെ നിന്ന് വണ്ടി എടുത്താൽ 11 മണിക്ക് ഇരിഞ്ഞാലക്കൂടെ എത്തും. 11 to 12:30 ക്ലാസ് കഴിഞ്ഞാൽ 12:30 അവിടെ നിന്ന് വണ്ടി എടുത്താൽ 1:30 തിരിച്ച് ഇവിടെ എത്തും. 2 മണി തൊട്ട് 4 മണി വരെ ഇവിടെ ക്ലാസ്. 4 മണിക്ക് ഇവിടെ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ 5 മണിക്ക് എറണാകുളത്ത് എത്തും. 5 to 6 അവിടെ ക്ലാസ്. 6:30 അവിടെ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ 7:00 ഇവിടെ എത്തും. എനിക്ക് 8 മണിക്ക് വാങ്ങും ക്ലാസ്. സുമേച്ചിയുടെ ചായ ആവാ. അങ്ങനെയാണ് ഡെയിലി കാര്യങ്ങൾ. സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ ഈ ഓട്ടം. ബാക്കി എല്ലാ സമയമില്ല. അത് മാത്രമല്ല ചില സ്ഥലത്ത് ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകുമ്പോഴേ പാരന്റ്സ് ചിലപ്പോൾ കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് വരാൻ വൈകിയാൽ നമ്മൾ പെടും. കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കാക്കിട്ട് പോരാം. ഇവിടെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ സേഫാ. ബാക്കിയുള്ള ക്ലാസ്സുകൾ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കാക്കിട്ട് വരാൻ പറ്റാത്ത നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും. അപ്പൊ ഞാൻ പാരന്റ്സ് എന്ന് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഒരാള് പോലും 1 മിനിറ്റ് പോലും വൈകരുത്. ചേട്ടന്റെ ഡ്രൈവിംഗ് സ്കില്ല് കാണുന്നത്. അതെ. ഇനി നമുക്ക് അടുത്ത ഒരു പാട്ടും കൂടെ കേൾക്കണം. അടുത്ത പാട്ട് നേരത്തെ പറഞ്ഞ ആട് മേയ്ക്കണ പാട്ടായിരിക്കും കേട്ടോ. ആടല്ല മാട്. മാട് രണ്ടും ഒന്ന് തന്നെയല്ലേ? അല്ല, that is തമിഴ്. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഏത് ചിത്ര പറഞ്ഞ പോലെ തന്നെ ചിത്രക്കുട്ടിക്ക് വേണ്ടി മാട് മേയ്ക്കാൻ കണ്ണേ ആടല്ല മാട്. അതെ, മാട്. മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സുന്നേ മാടുമേക്കും. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? കുഞ്ഞിലെ അത് ഇച്ചിരി അഭിനയിക്കാമോ? മാടുമേക്കും നടക്ക് കയറിക്കോട്ടെ. രണ്ടുപേരും ஓகே வா, நாங்க ரெடி. நாங்க ரெடி, நீங்க? ஓகே. ஆ
പശുവല്ലേ മാടുന്ന്. കൺഫ്യൂഷൻ കൃഷ്ണന് ഇഷ്ടം പശുവാ. മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സൊന്നേ, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സൊന്നേ, കച്ചിന പാൽ തരേൻ, കാച്ചിന പാൽ തരേൻ, കൽക്കണ്ട ചീനി തരേൻ, കാച്ചിന പാൽ തരേൻ, കൽക്കണ്ട ചീനി തരേൻ, കൈ നിറയ വെണ്ണ തരേൻ. കണ്ണാ കൈ നിറയ വെണ്ണ തരേൻ, കൺമണിയെ പോയിടാതെ, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സൊന്നേ. ഇത് അമൃതവർഷയുടെ ഭാഷയില്. ഇനി എന്റെ ഡാൻസ് കൂടി കാണണ്ടേ? മാടും, ഞാൻ മോളെ നോക്കണോ ക്യാമറയിൽ നോക്കണോ? മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സൊന്നേ, കച്ചിന പാൽ തരേൻ, കൽക്കണ്ട ചീനി തരേൻ, കൈ നിറയ വെണ്ണ തരേൻ, കൺമണിയെ പോയിടാതെ. അത് ഡാൻസ്, ഇത് അഭിനയ സംഗീതം. ഇത് കാണുന്നവരെന്ത് പറയും? ആ മോള് നല്ല മിടുക്കിയാക്ക് തലക്ക് പ്രാന്താന്ന് പറയും. അല്ലേ? കണ്ണേട്ടനെ അറിയാവുന്നവര് അങ്ങനെ പറയില്ല. എന്റെ ചങ്കുകൾ ഒരിക്കലും എന്നെ കുറ്റം പറയില്ല, എനിക്കറിയാം. അതെ അതെ. ഇതിനകത്തൊക്കെ നെഗറ്റീവ് കമന്റ്സ് വരുന്ന ആൾക്കാർ ഇത് പ്രോഗ്രാംസിന്. അതെ, വേറൊരു കാര്യമുണ്ട്. ഞാൻ പൊതുവെ കുറ്റം പറയുന്നല്ല. തമിഴ് പാട്ടുകൾ പാടുമ്പോ നമുക്ക് അങ്ങനെ തെറിവിളികൾ കേൾക്കാറില്ല. അത് ഇഷ്ടമാണ്. മലയാളം പാടുമ്പോഴാണ് നമ്മളെല്ലാവരും മലയാളികളാണല്ലോ. മലയാളികള്, ഞാനടക്കം ഉള്ള മലയാളികൾക്ക് അംഗീകരിക്കാൻ. അല്ല, അതെന്താ വെച്ചാൽ നമ്മള് കാലാകാലങ്ങളായിട്ട് കേട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ കണ്ടു വന്നിട്ടുള്ള ഒരു സാധനത്തിൽ നിന്ന് മാറുമ്പോ അത് ഉൾക്കൊള്ളാൻ, അത് നമ്മുടെ മനസ്സിലൊരു സാധനം ഉണ്ട്, അത് ഇങ്ങനെ ആയിരിക്കണം. ഇതെന്റെ ഒരു രീതി, എന്റെ ഒരു ശൈലിയാണ്. അത് എനിക്കൊരു അഭിമാനമുണ്ട്. ഇപ്പൊ കാര്യം എന്താണ്, പ്രാന്താണെങ്കിൽ എന്താണെങ്കിലും കണ്ണൻജിനാഥിനെ പോലെ പാടുന്ന വേറെ ആള് ഉണ്ടാവാൻ വഴിയില്ല. പക്ഷെ ഈ പാട്ടുകൾ പാടുന്ന താങ്കളെ പോലെ അത് തന്നെ കറക്റ്റ്. കാരണം ഈ പാട്ടുകൾ ഒത്തിരി പേര് പാടുന്നുണ്ട്, പ്രഗത്ഭന്മാര് പണ്ഡിതന്മാരൊക്കെ പാടുന്ന പാട്ടുകളാണ്. പക്ഷെ കണ്ണൻജിനാഥ് പാടുന്ന രീതിയിൽ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്ക് അതിന്റെ ഒരു പ്രത്യേക ക്രെഡിറ്റ് ഇല്ലേ? ഒന്ന് കൈയടിക്കൂ. താങ്ക് യു. ഓരോരുത്തരുടെ ആസ്വാദന രീതി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുമല്ലോ. പല വേദികളും പല രീതിയിലാണല്ലോ. അല്ലെങ്കിൽ ചിലപ്പോ നല്ല രീതിയിലുള്ള ഓഡിയൻസ് ആയിരിക്കും, ചിലപ്പോ ഒരു എന്താ പറയാ അധികം എക്സ്പ്രസ് ചെയ്യാത്ത ഓഡിയൻസ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് എന്താ പറയാ ചില സ്ഥലത്ത് ചെന്നിട്ട് പെട്ടുപോയിട്ടുള്ള സിറ്റുവേഷൻസ് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയല്ല, എനിക്ക് പേഴ്സണലി, കണ്ണാട്ടം പിന്നെ എല്ലാത്തിനും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയി, അപ്പോൾ അത്യാവശ്യം നല്ല ആളുണ്ട്. തുടങ്ങുമ്പോൾ ഞാൻ ഒരു വികാരവും ഇല്ല ഇവരുടെ മുഖത്തെ, സന്തോഷമില്ല. അതെ, ഓരോ നാടിന്റെ വ്യത്യാസം. അപ്പൊ ഒരു വികാരവും ഇല്ല, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. 1-2 പേരൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത്, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കണം, ഈശ്വര അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ, ഇത് മോശമായാലും ഇത്രയും ആൾക്കാർ ഇരുന്നിട്ട്. ഇത് കഴിഞ്ഞ് നമ്മള് ഓരോ പാട്ടുകൾ ഇങ്ങനെ പാടി ഓൾമോസ്റ്റ് ഒരു ഹാഫ് പോർഷൻ കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മള് അപ്പൊ നന്ദിയൊക്കെ പറയുമല്ലോ, പകുതി കഴിയുമ്പോൾ നമ്മളൊരു നന്ദി പ്രകടനമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി ഇത്ര പാട്ടും കൂടെ പാടി നമ്മൾ നിർത്തുകയാണ്, ഏകദേശം ഇത്ര സമയമായി. അപ്പൊ അവിടെ നിന്ന് ഓരോരുത്തർ, ചേട്ടാ മറ്റേ പാട്ട് പാടൂ, ചേട്ടാ ഇഷ്ടക്കുറവല്ല, അത് കാണിക്കാൻ അവർക്ക് അറിയില്ല. ഓരോ നാടിന്റെ ചില ആളുകളുടെ നാടിന്റെയും പ്രത്യേകതകളാണ്. നമുക്ക് ചില സദസ്സ് മൊത്തം കയ്യടിയും പാട്ട്, അവർ കൂടെ പാടും, ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം. ചില സ്ഥലത്ത് അവർക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, അത് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ തെക്കൻ മേഖലയിൽ ചിലര് ഫോൺ ചെയ്താൽ തന്നെ ഇയാൾ എന്താ അങ്ങനെ വിളിക്കണെന്ന് തോന്നും. പക്ഷെ അവിടെ ചെല്ലുമ്പോ അത്രയും സ്നേഹമുള്ള ഒരാളായിരിക്കും അദ്ദേഹം. അല്ല, അത് ആ സ്ലാങ്ങിന്റെ വ്യത്യാസം കൊണ്ടാണ്. അപ്പൊ ഓരോ നാടിനും ഓരോ രീതിയാണല്ലോ പെരുമാറ്റം. ഏത് നാടാണ് കൂടുതൽ ഇഷ്ടം പറയില്ലല്ലോ, അങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് ലോകമേ തറവാട്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകം മുഴുവൻ സുഖം ഉണ്ടാവട്ടെ. എല്ലാ നാട്ടിലും പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. എല്ലാവരും ഒരേപോലെ തന്നെയാണ്. എല്ലാവരും ഒരേപോലെ തന്നെ. ഇപ്പൊ ശരിക്കും ഈ ഒരു ഇൻട്രോ ഒക്കെ കൊടുക്കുമ്പോഴേക്കും കണ്ണൻജിനാഥ് കലാകാരൻ എന്നാണ് പറയുന്നത്. അപ്പം അത് തന്നെ കുറെ നമ്മള് എല്ലാ വീഡിയോസിലും അങ്ങനെ തന്നെ പറയുന്നത്. അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെ കലാകാരൻ എന്നുള്ള ഒരു പേര് കൂട്ടിച്ചേർക്കാനുള്ള? അത് രണ്ട് രീതി പറയാം. കലാകാരനായതുകൊണ്ട് അങ്ങനെയല്ല, കലാകാരൻ മാത്രമായതുകൊണ്ട്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ കലാകാരനാണ്, അതല്ല, ഞാൻ കലാകാരൻ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ കലാകാരന് പെണ്ണ് കിട്ടാത്തൊരവസ്ഥ ഇപ്പോഴും എൻ്റെ നാട്ടിൽ ചെന്നാൽ ചില പഴയ ആളുകൾ ചോദിക്കും, എപ്പോഴും പാട്ടൊക്കെ പാടി നടക്കാണല്ലേ, പണിയൊന്നും കിട്ടിയില്ല അല്ലേ? അച്ഛന്റെ പോകുമ്പോ കാറിനായിരുന്നോ പോവാ, അച്ഛനിടയ്ക്ക് സൈക്കിള് ചവിട്ടി
സൈക്ലിങ്ങില് ചുമ്മാ കാറും ബൈക്കൊക്കെ പോയി സൈക്കിൾ ആയാ അല്ലെ സ്വാഭാവികം അങ്ങനെയല്ല ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ അങ്ങനെ ചോദിച്ച് അങ്ങനെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ പണ്ട് കാലത്ത് തീർച്ചയായിട്ടും ചോദിക്കും കലാകാരൻ എങ്ങനെ ജീവിക്കും, ഒരു ജോലി ഇല്ലാതെ എങ്ങനെ ജീവിക്കും. അല്ല, ഒരു ആർട്ടിസ്റ്റിനെ കെട്ടിച്ചുടക്കാൻ ബുദ്ധിമുട്ടാണ് മകളെ പലർക്കും. കാരണം അയാൾക്ക് പരിപാടി ഉണ്ടെങ്കിലല്ലേ അയാൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ ഏതാണ്? ഇന്ന് പരിപാടി ഉണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഉത്സവമാണ്, എന്നും ഓണമാണ് ഞങ്ങൾക്ക്. എന്നും പരിപാടി ഉണ്ടെങ്കിൽ എന്നും ഓണം. ഇല്ലാത്ത പോലെ നമുക്ക് നമ്മളെ സഹായിക്കുന്ന ഒത്തിരി ആൾക്കാരുടെ കടം മേടിക്കും, തിരിച്ചു കൊടുക്കാൻ വൈകും. ഇതൊക്കെ ഉള്ളതാണ്. കിട്ടുമ്പോ പക്ഷെ പുറത്തിരിക്കും, ആരെയും പറ്റിക്കില്ല. അതെ അതെ അതെ. ഇപ്പൊ എന്താ പറയാ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ കുറെ നാള് മുന്നേ, അല്ലെങ്കിൽ ഇപ്പൊ കുറെ വർഷങ്ങൾക്കൊക്കെ മുന്നേ അങ്ങനെ ഒരു കലാകാരനാണെന്ന് പറഞ്ഞ് പുച്ഛിച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുടങ്ങി ഭയങ്കര ആക്റ്റീവ് ആയിട്ട് വന്നല്ലോ. അപ്പൊ ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പ് എനിക്ക് അതിന് മറുപടി പറയണം തോന്നുന്നു. ഇപ്പൊ കണ്ണേട്ടൻ ഞങ്ങളുടെ സ്വന്തമാണ്, ഞങ്ങളുടെ നാട്ടുകാരനാണ്, ഞങ്ങളുടെ ബന്ധുവാണ്, എന്റെ മോനാണ്, അല്ലെങ്കിൽ എന്റെ ബ്രദറാണ്, അല്ലെങ്കിൽ എന്റെ കസിനാണ്, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരനാണ്. ഞങ്ങൾ ഒരുമിച്ചാ കളിച്ച് വളർന്നേ.